2010 ശേഷം മലയാള സിനിമയിൽ പിറവിയെടുത്തിട്ടുള്ള ഏറ്റവും കഴിവുള്ള സംവിധായകരിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ദിലീഷ് പോത്തൻ. അദ്ദേഹം തന്റെ കരിയറിൽ ആകെ 3 സിനിമകളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഈ 3 സിനിമകളും മലയാളികൾക്ക് വളരെ വ്യത്യസ്തമായ അനുഭവം സമ്മാനിച്ച സിനിമകളാണ്. അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം മലയാളത്തിലെ ഒരു ക്ലാസിക് ചിത്രമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ സിനിമ അടയാളപ്പെടുത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. സിനിമാ പ്രേമികൾക്കിടയിൽ പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിശേഷണം തന്നെ ദിലീഷ് പോത്തന് നൽകിയിരുന്നു. തന്റെ തുടർന്നുള്ള സിനിമകളിലും തനിക്ക് ആദ്യ സിനിമയിൽ ലഭിച്ചൊരു പേര് കളയാതെ തന്നെയാണ് ദിലീഷ് പോത്തൻ മുന്നേറിയത്. അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് വന്ന 2 സിനിമകൾ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും അതുപോലെ ജോജിയും, ഈ 2 സിനിമകളും മലയാളത്തിൽ ഏറെ പ്രത്യേകത സമ്മാനിച്ച സിനിമകൾ തന്നെയായിരുന്നു. ഈ 3 സിനിമകൾ കൊണ്ട് മലയാള സിനിമയിലും മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇടയിലുമൊക്കെ അദ്ദേഹം ചെലുത്തിയ ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ജോജിക്ക് ശേഷം അദ്ദേഹം ഏത് സിനിമയാവും സംവിധാനം ചെയ്യാൻ പോവുക എന്നുള്ളത് സിനിമാ പ്രേക്ഷകരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു കാര്യമാണ്. ദിലീഷ് പോത്തൻ ഒരു സംവിധായകൻ എന്ന നിലയിൽ നിന്ന് മാറിക്കൊണ്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനായി ഈ കാലത്തിനിടയ്ക്ക് മാറിയിട്ടുണ്ട്. വളരെ മികച്ച പ്രകടനങ്ങൾ ദിലീഷിൽ നിന്ന് വന്നിട്ടുമുണ്ട്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ചുള്ള ചില സൂചനകൾ കുറച്ച് മുൻപ് തന്നെ ലഭിച്ചിരുന്നു. പല ഇന്റർവ്യൂസിലും അദ്ദേഹത്തോട് തന്നെ അത് ചോദിച്ചിരുന്നു. മോഹൻലാലുമൊത്തൊരു പ്രോജക്റ്റിന്റെ ഡിസ്കഷൻ നടക്കുന്നതായിട്ടൊക്കെ തന്നെ റൂമറുകളും വന്നിരുന്നു. ഇപ്പോഴത്തെ ഒഫീഷ്യലായി തന്നെ ആ ചിത്രത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നാകെ കാത്തിരിക്കുന്ന ദിലീഷ് പോത്തന്റെ 4ാമത്തെ ചിത്രം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആ സിനിമയിൽ നായകനാവുന്നത് മോഹൻലാലാണ്. ഒരുപക്ഷെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരും മലയാളത്തിൽ നല്ല സിനിമ ആഗ്രഹിക്കുന്നവരും ഒക്കെ ആഗ്രഹിച്ചൊരു കൂട്ടുകെട്ടാണ് മോഹൻലാൽ ദിലീഷ് പോത്തൻ എന്നത്. കാരണം ലാലേട്ടൻ പൊതുവെ പുതിയ സംവിധായകർ എന്ന് പറയുമ്പോൾ 1-2 സിനിമകൾ ചെയ്ത് വളരെയധികം പ്രേക്ഷകരുടെ വിശ്വാസം നേടിയെടുത്ത സംവിധായകർക്ക് അദ്ദേഹം ഡേറ്റ് കൊടുക്കാറില്ല. അതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. അതിപ്പോ സംവിധായകരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അത് ടെക്നീഷ്യന്മാരുടെ കാര്യത്തിലും ഉണ്ട്. ദിലീഷ് പോത്തന്റെ 4ാമത്തെ ചിത്രമായി മോഹൻലാലിനെ നായകനാക്കി നെടുങ്കണ്ടം മിറക്കിൾ ഇന്നലെ പ്രഖ്യാപിച്ചു. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോൺ നിലവിൽ മന്ത്രിയാണ്, പക്ഷെ അദ്ദേഹം ലാലേട്ടന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം നിർമ്മിക്കുന്ന 2ാമത്തെ സിനിമയാണിത്. ആദ്യ സിനിമയിലും ലാലേട്ടനായിരുന്നു നായകൻ. ആദ്യ സിനിമയ്ക്കും വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മലയാളികൾ ആ സമയത്ത് ഏറ്റവും കാത്തിരുന്ന ഒരു കൂട്ടുകെട്ടായ ലിജോ ജോസ് പെല്ലിശ്ശേരി ലാലേട്ടൻ ടീമിനെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യ സിനിമ നിർമ്മിച്ചത്. ആ സിനിമയ്ക്കും വളരെയധികം ഹൈപ്പും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ ആ സിനിമയെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാക്കി മാറ്റി. ആ സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രമാണെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ ഈ അടുത്ത കാലത്ത് ലാലേട്ടനിൽ നിന്ന് വന്നിട്ടുള്ള മികച്ചതിന്റെ കൂട്ടത്തിൽ തന്നെയാണ്. ആ സിനിമയുടെ തിയേറ്റർ പരാജയം ഒരു പക്ഷേ ഷിബു ബേബി ജോണിനെ ലാലേട്ടനെ ഒക്കെ ഒരു പരിധി വരെ നിരാശരാക്കിയിട്ടുമുണ്ട്. കാരണം അത്രയേറെ പ്രതീക്ഷ ആ ഒരു സിനിമയിൽ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഷിബു ബേബി ജോൺ തന്റെ 2ാം ഊഴത്തിലും വീണ്ടും ലാലേട്ടനെ വെച്ച് തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത്. ആ സിനിമയിലും മലയാളികൾക്ക് ഏറെ ആഗ്രഹമുള്ള പ്രതീക്ഷയുള്ള ഒരു കൂട്ടുകെട്ടിനെ കൊണ്ടുവരുന്നു. ദിലീഷ് പോത്തൻ പ്രോജക്ട് ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു. ആ പോസ്റ്ററിൽ ഉൾപ്പെടെ വളരെയധികം കൗതുകങ്ങളുണ്ട്. ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആ പോസ്റ്ററിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സിനിമാ പ്രേക്ഷകരൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ പ്രോജക്റ്റ് വലിയ പ്രതീക്ഷയിലേക്ക് തന്നെയാണ് പോയത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ദിലീഷ് പോത്തന്റെ സിനിമ എന്നുള്ളത്. മറ്റൊരു കാരണം മോഹൻലാൽ ഈ അടുത്ത കാലത്ത് അസോസിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കൽ ടീമുള്ള സിനിമയാണ് നെടുങ്കണ്ടം മിറക്കിൾ. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം മലയാളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ള കിടിലൻ ടെക്നീഷ്യന്മാരുടെ കൂടെ അധികം വർക്ക് ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുഷിൻ ഷ്യാമിന്റെ കൂടെ അദ്ദേഹം ആകെ ഒരു സിനിമയിലെങ്ങാനാണ് ചെയ്തിട്ടുള്ളത്. അന്ന് പക്ഷേ സുഷിൻ ഇത്രത്തോളം ഫേമസ് ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മികച്ച വർക്കുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ജെയ്ക്സ് ബിജോയുടെ കാര്യം എടുത്താൽ തന്നെ അദ്ദേഹം ആകെ 2 സിനിമകളാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷൈജു ഖാലിദ്, ഷൈജു ശ്രീധരൻ, ശ്യാം പുഷ്കർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മികച്ച ആളുകളുടെ കൂടെ ഒന്നും അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല. എന്നാൽ നെടുങ്കണ്ടം മിറക്കിൾസിൽ ഈ ടീം എല്ലാം കൂടെ ഒരുമിക്കുകയാണ്. എഡിറ്റർ ആണെങ്കിലും അതുപോലെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അതുപോലെ മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിലും റൈറ്റേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മലയാളത്തിൽ പുതുതരംഗം തീർത്തിട്ടുള്ള ഒരുപാട് ടീമുകളുണ്ട്. അത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. കാരണം മലയക്കോട്ടെ വാലിബനാണെങ്കിലും തുടരുമാണെങ്കിലും അതിമനോഹരമാണെങ്കിലും അതുപോലെ ഇപ്പൊ നെടുങ്കണ്ടം മിറക്കിളാണെങ്കിലും ഒക്കെ ലാലേട്ടൻ ഈ അടുത്ത കാലത്ത് ചെറിയൊരു ചുവടുമാറ്റം തന്നെ നടത്തുന്നുണ്ട്. യാതൊരു പുതുമയും നൽകാത്ത ഒരുപാട് ടെക്നിക്കൽ ടീമിന്റെ കൂടെ സ്ഥിരം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ലാലേട്ടൻ. അതിന് പല കാരണങ്ങളുണ്ട്. മോഹൻലാലിന്റെ കുഴപ്പം മാത്രമാണെന്ന് പറയാൻ പോലും കഴിയില്ല. ഏതായാലും അതിനൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം മിറക്കിൾസ് എന്തായാലും നിലവിൽ മലയാള സിനിമയിൽ പ്രഖ്യാപിക്കപ്പെട്ടതിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ്. മോഹൻലാലിൽ നിന്നുള്ള ഒരു മാസ് സിനിമയൊന്നുമല്ല, വളരെ ചെറിയൊരു സിനിമയായിരിക്കുമെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റും. ദിലീഷ് പോത്തന്റെ എല്ലാ കയ്യൊപ്പും പതിഞ്ഞിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പോസ്റ്ററും അതിന്റെ ടെക്നിക്കൽ ടീമും ഒക്കെ ആ ഒരു വിശ്വാസം നൽകുന്നുമുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ദിലീഷ് പോത്തന്റെ ഈ ഒരു ലാലേട്ടൻ പ്രോജക്റ്റിന് വേണ്ടി.